ബജാജ് ഫിനാൻസിൻ്റെ പേഴ്സണൽ ലോണാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഓൾറെഡി ഒരു ബജാജ് ഫിനാൻസിൻ്റെ പ്രൊഡക്റ്റ് കോമൺലി എടുത്തിരിക്കുന്ന ആൾക്കാരാവാനാണ് സാധ്യത കൂടുതൽ. കാരണം മിക്ക ആൾക്കാർ ഒരു EMI കാർഡും അതുപോലെ തന്നെ അവരുടെ ക്രെഡിറ്റ് കാർഡ്സൊക്കെ എടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡിഫറെൻറ്റ് ടെന്യൂർ കാണാനായിട്ടുണ്ട്. അതുപോലെ തന്നെ 20,000 രൂപ മുതൽ 50 ലക്ഷം വരെയുള്ള ലോണാണ് ബജാജ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള കേസ് നമ്മൾ നോക്കുമ്പോൾ ടെന്യൂർ 12 മന്ത് തൊട്ട് നമുക്ക് 96 മന്ത് വരെ നമുക്ക് ടെന്യൂർ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ അതിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നോർമലി നമ്മൾ ആൾക്കാർ എടുക്കുന്ന ഒരു 24 മന്ത് EMI അല്ലെങ്കിൽ 36 മന്ത് ഒക്കെ ആയിരിക്കും മാക്സിമം എടുക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫ്ലെക്സി ടൈം എന്ന് പറഞ്ഞൊരു കേസിലാണ് നമുക്ക് ഇതിൻ്റെ EMI നമുക്ക് മന്ത്ലി അടയ്ക്കേണ്ടി വരിക. ഈ ഫ്ലെക്സി ടേമും ഫ്ലെക്സി ഹൈബ്രിഡും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ടെന്യൂർ കൂടിയൊരു ലോൺ ആണെങ്കിൽ നമുക്ക് ഫ്ലെക്സി ഹൈബ്രിഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഫ്ലെക്സി ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ 1024 മാസം 1250 രൂപ വീതവും പിന്നെ നമുക്ക് 60 മാസം 2379 രൂപയുടെ പ്രീമിയമാണ് മന്ത്ലി അടയ്ക്കേണ്ടത്. പക്ഷേ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് നമുക്ക് ഭയങ്കരമായിട്ട് ബാങ്കിന് കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ NBFCക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഏറ്റവും നല്ലത് സെലക്ട് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ നമുക്ക് 24 മന്തിക്കൊക്കെയാണ്. അപ്പോൾ നമുക്ക് മന്ത്ലി 4849 രൂപയാണ് ഇവർ പറയുന്ന 15% ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് മന്ത്ലി അടയ്ക്കേണ്ടതായിട്ട് വരിക. നമുക്കിതിൻ്റെ എലിജിബിലിറ്റി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 21 വയസ്സ് മുതൽ 80 വയസ്സുള്ള ആൾക്കാർക്കാണ് ഈ ലോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിനായിട്ട് സാലറിഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ട് ഈ ലോൺ പെട്ടെന്ന് അപ്രൂവ് ചെയ്യാനായിട്ട് ചാൻസ് കൂടുതൽ. ബട്ട് നിങ്ങൾ ഓൾറെഡി ബജാജ് ഫിനാൻസിൻ്റെ കാർഡ്സൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് വളരെ കൂടുതലായിട്ടുണ്ട്. പിന്നെ നമ്മൾ വെറുതെ സാലറീഡ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എംപ്ലോയ്മെൻറ്റ് കോഡും അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ആവശ്യം വരുന്നുണ്ട്. സാലറിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ KYC ചെയ്തിട്ടാണ് ലോൺ കൊടുക്കുന്നത്. അത്രയധികം അപ്രൂവൽ റേറ്റ് ഉള്ളൊരു ലോണെന്നൊന്നും പറയാൻ പറ്റില്ല, ബട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റുന്നൊരു ലോണാണ്. സിബിൽ സ്കോർ ഒരു 685 മേലെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലേറ്റ് പേയ്മെൻറ്റ്സ് ഒന്നും വരാത്തൊരു നല്ലൊരു പ്രൊഫൈലായാൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ലോൺ കിട്ടുന്നതുള്ളൂ, അല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുന്നില്ല. പിന്നെ നമുക്കിനി ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10% തൊട്ട് 31% വരെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. പ്രോസസ്സിംഗ് ഫീസ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. 3.93% അടുത്താണ് പ്രോസസ്സിംഗ് ഫീസ് വരുന്നത്. അപ്പോൾ ഈ ലോൺ എടുക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അത് എടുക്കാനായിട്ട് മാക്സിമം നോക്കുക. ബജാജ് ഫിനാൻസിൻ്റെ ലോൺ എടുക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ എലിജിബിലിറ്റി ഒക്കെ മീറ്റ് ചെയ്യേണ്ടോ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സിബിലിൽ വേറെ ഇഷ്യൂസ് ഒന്നും വരാത്തൊരു സിബിൽ സ്കോർ ആയിരിക്കണം. അതുപോലെ തന്നെ സാലറീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ ചാൻസസ് കുറവാണ്. ബട്ട് നിങ്ങൾ ഓൾറെഡി ഒരു ബജാജ് ഫിനാൻസ് കസ്റ്റമർ ആണെങ്കിൽ കൂടുതൽ പ്രോബബിലിറ്റി ഉണ്ട്.